ഇത് അവൻ്റെ സ്ഥിരം ശീലമാണ്, ഇത് അവളുടെ സ്ഥിരം ശീലമാണ്. എങ്ങനെയാണ് അറബി പറയാ? അത് ഒരാൾ ചോദിച്ചതാണ് നേരത്തെ. അപ്പോൾ നമുക്കിത് പറയാം ശീലം. ശീലത്തിന് ആദാത്ത് എന്ന് പറയാം. ഓക്കെ, അത് ആദാത്തു, അത് ആദത്തു, അത് ആദാത്ത് എന്ന ശീലങ്ങൾ. ഹാദി ആദാത്തു ദൈമൻ, ദൈമൻ ആണ് എപ്പോഴും. يعني هذا يعني خلاص ما عندك أي إذا أعطي له نصيحة ما في فائدة. അവന് നീ ഒരു ഉപദേശം കൊടുത്തിട്ട് ഒരു ഉപകാരമില്ല. കാരണം ഹാദ ആദാത്തു കിത, ആദാത്തു ആദാത്തു അവൻ്റെ ശീലങ്ങൾ കിത ഇങ്ങനെയാണ്. ദൈമൻ കിത, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കിത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ചിത എന്നൊക്കെ അവർ പറയാറുണ്ട്. ഓക്കെ, അതേപോലെ ആദാത്തഹ, ആദാത്തഹ കിത ദൈമൻ, ആദാത്തഹ അവളുടെ ശീലങ്ങൾ കിത ദൈമൻ എപ്പോഴും അവളുടെ ശീലങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ നമ്മുടെ ഹാബിറ്റ് ആകാന്നറിയില്ല, ഹാബിറ്റ് അല്ലെങ്കിൽ എന്നൊക്കെ പറയാൻ അതിന് ഹിവായത്ത് എന്നാണ് പറയാം. ഹിവായത്ത്, ഹിവായത്തി, ഹിവായത്തി എൻ്റെ ഹോബീസ് എന്ന് പറയുമല്ലോ, അത് ഓൻ്റെ ഹോബിയാണെന്ന് പറഞ്ഞാൽ അത് ഹിവായത്തു കിത, ഹിവായത്തു കിത മയസ്ലാഹ്, ശരിയാവില്ല അതൊന്നും എന്നൊക്കെ പറയാം. അപ്പം ഹിവായത്ത് എന്ന് പറഞ്ഞാൽ ഹാബിറ്റുകളാണ്. പിന്നെ അതേപോലെ ആദാത്ത് എന്ന ശീലങ്ങളാണ്, ആദാത്ത് ശീലങ്ങളാണ്. അതിൽ ആദാത്ത് സയ്യ, ദുശീലത്തിന് ആദാത്തു സയ്യ ദുശീലങ്ങൾ പറയും. ആദാത്തുൽ ഹസന നല്ല ശീലങ്ങൾക്ക് എന്ത് പറയും? ആദാത്ത് അൽ ഹസന. ഓക്കെ, ഇപ്പം പറയും ഹാദ ഹുവ മുതഅവ്വിദ്, മുതഅവ്വിദ് അല ഹാദ, ഇങ്ങനെ അവൻ ശീലിച്ചു പോയി. മുതഅവ്വിദ് അല ഹാദ, ഇങ്ങനെ അവൻ എന്ത് പോയി? ശീലിച്ചു പോയി. ഹിയ മുതഅവ്വിദ അല ഹാദിൽ അഷ്യാ, ഈ കാര്യങ്ങളുടെ മേൽ അത് ഇത്തരം രീതിയിൽ അവരെന്ത് പോയി? ശീലിച്ചു പോയി. അപ്പം ശീലങ്ങൾക്ക് ശീലിച്ചു, ശീലിച്ചവൾ, ശീലിച്ചവൻ എന്നൊക്കെ മുതഅവ്വിദ് എന്ന് പറയും. അപ്പോൾ നമ്മൾ മുതഅവ്വിദ് എന്ന് പറയുമ്പം ശീലങ്ങൾ എന്നാണ്, ശീലങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു ആന മുതഅവ്വിദ്. എനിക്ക് രാവിലെ തന്നെ കട്ടൻ ചായ കിട്ടണം, എന്നും രാവിലെ കട്ടൻ ചായ കിട്ടണം. ഈ കട്ടൻ ചായ കിട്ടുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം കട്ടൻ ചായ കിട്ടിയില്ല. അന തഅവ്വദ്തു അലാ ഹാദാ, ഞാനിത് ശീലിച്ചു പോയല്ലോ. അന മുതഅവ്വിദ് അശ്റബ് ചായ് സുലൈമാനിക ലയം സബാഹൻ, എല്ലാ രാവിലെയും നന്ന രാവിലെ എനിക്ക് ചായ കുടിച്ച ശീലമുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ശീലങ്ങൾക്ക് തഅവ്വുദ്, മുതഅവ്വിദ്, ആദാത്ത് എന്നൊക്കെ പറയാം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറൻ, അസ്സലാമു.